നമ്മുടെ നാട് മരുഭൂമിയൊന്നുമല്ല, വളരെ ഫലഭൂയിഷ്ഠമായ മണ്ണുള്ള, കാണാൻ വളരെ സുന്ദരമായിട്ടുള്ള, എന്ത് വലിച്ചെറിഞ്ഞാലും മണ്ണിൽ കിടന്ന് പൊടിക്കുന്ന, അത് കിളിർത്ത് ഫലം തരുന്ന ഒരു സ്ഥലമാണ് കേരളം. ഇഷ്ടംപോലെ നദികളും തോടുകളും ആറുകളും കടലും കായലും ഒക്കെ നമുക്കുണ്ട്. പക്ഷെ നമ്മുടെ കയ്യിലിരിപ്പ് എന്താണ്? നമ്മുടെ കയ്യിൽ കിട്ടുന്ന എന്ത് മാലിന്യവും ഒരു പ്ലാസ്റ്റിക് കവറിൽ കെട്ടി കാണുന്നിടത്തേക്ക് നമ്മൾ വലിച്ചെറിയും. നമ്മൾ വെള്ളം കുടിക്കുന്ന കുപ്പികളായാലും ശരി, നമ്മളെ ഭക്ഷണം കൊണ്ടുവരുന്ന കണ്ടെയ്നറുകളായാലും ശരി, നമ്മളെ വസ്ത്രങ്ങൾ വാങ്ങിക്കൊണ്ടുവരുന്ന പ്ലാസ്റ്റിക് ബാഗുകളായാലും ശരി, എന്ത് സാധനങ്ങളായാലും മണ്ണിൽ വീണ് ലയിച്ച് ചേരാൻ 100 വർഷത്തിൽ കൂടുതൽ എടുക്കുന്ന സാധനമാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ പോലും നമ്മൾ മുന്നിൽ കാണുന്ന മണ്ണിലേക്ക് വലിച്ചെറിയുകയാണ് ചെയ്യുന്നത്. ചിലപ്പോൾ ഇതൊക്കെ കൂടെ കെട്ടി കണ്ണിക്കണത് തോട്ടിൽ കൊണ്ടിടും, ആറ്റിൽ കൊണ്ടിടും, അതല്ലെങ്കിൽ നാഷണൽ ഹൈവേയുടെ സൈഡിൽ കൊണ്ടുവന്ന് ഇതെല്ലാം തട്ടും. ഇതൊക്കെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് നമുക്ക് ഈ മാലിന്യങ്ങളെ അകറ്റി നിർത്തണം, അല്ലെങ്കിൽ ഈ മാലിന്യങ്ങളിൽ നിന്ന് സുരക്ഷിതമായിരിക്കണം, മാലിന്യങ്ങളെ കൃത്യമായിട്ട് നമ്മൾ കൈകാര്യം ചെയ്യണം എന്നുള്ള ചിന്ത നമുക്ക് വരാത്തത്? പണ്ടത്തെ കാലത്തൊക്കെ നമ്മുടെ നാട് വളരെ വിശാലമായിരുന്നു എന്നൊരു കാഴ്ചപ്പാടുണ്ട്. കാര്യം അന്ന് ഇത്രയും ജനങ്ങളില്ല, ഇത്രയും വലിയ ജനവാസ മേഖലകളല്ല കൂടുതൽ സ്ഥലങ്ങളും. നമുക്കൊക്കെ വലിയ പറമ്പുകളും വീടുകളും അങ്ങനെയൊക്കെ ആയിരുന്നു. ചെറിയ വീടുകളുള്ള ആൾക്കാർക്ക് പോലും അവരുടെ പരിസരത്തൊക്കെ ഇഷ്ടം പോലെ പറമ്പുണ്ടാവും. അവരുടെ വീടുകളിലൊക്കെ തന്നെ ആടോ കോഴിയോ പശുവോ പട്ടിയോ പൂച്ചയോ ഒക്കെ ഉണ്ടാവും. നമുക്ക് എന്ത് ഭക്ഷണം കഴിച്ചാലും അതിന് എന്ത് സാധനം ബാക്കി വന്നാലും അത് ഒന്നുകിൽ നമുക്ക് കോഴിക്ക് കൊടുക്കാം, അല്ലെങ്കിൽ പട്ടിക്ക് കൊടുക്കാം, പൂച്ചയ്ക്ക് കൊടുക്കാം. പിന്നെ ഈ സസ്യങ്ങളൊക്കെയാണ് അല്ലെങ്കിൽ പച്ചക്കറിയൊക്കെ ആണെങ്കിൽ നമ്മുടെ പശുവിന് കൊടുക്കാം. ഇതിന് ശേഷം എന്തെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ നമ്മൾ പറമ്പിലേക്ക് കൊണ്ടിട്ട് അത് കാക്കയോ കിളികളോ ഒക്കെ ഒന്ന് എടുത്തുകൊണ്ട് പോകും. അതല്ലെങ്കിൽ അത് മണ്ണിൽ കിടന്ന് ലയിച്ച് അവിടെയുള്ള മരങ്ങൾക്ക് വളമായിട്ട് തീരും. അതായിരുന്നു ഒരു പഴയ കാല കാഴ്ച. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് നമ്മുടെ വീട്ടിലൊക്കെ പട്ടികളും പൂച്ചകളൊക്കെ ഉണ്ട്. ആ പട്ടികളും പൂച്ചകളും ഒക്കെ കഴിക്കുന്നത് നമ്മൾ കഴിക്കുന്നതിനേക്കാളും വ്യത്യസ്തമായ ആഹാരമാണ്. അവർക്കായിട്ട് പ്രത്യേക തരം ഫുഡുകൾ, അതിന് പ്രത്യേക തരം പാചകക്കൂട്ടുകൾ, അതല്ലെങ്കിൽ പ്രത്യേക തരം കണ്ടെയ്നറിൽ വരുന്ന പ്രത്യേക തരം ഭക്ഷണം, ഇതൊക്കെ നമ്മൾ വാങ്ങി അവർക്ക് സെപ്പറേറ്റ് ഫുഡ് അത് അവർക്ക് കൊടുക്കുന്നു. നമ്മൾ കഴിക്കേണ്ടത് സെപ്പറേറ്റ് ഫുഡ് നമ്മൾ കഴിക്കുന്നു. ഈ ബാക്കി വരുന്നത് എടുത്ത് പുറത്തോട്ട് ഇടാന്ന് പറഞ്ഞാൽ അത് തിന്നാൻ നമ്മുടെ വീട്ടിൽ കോഴികളില്ല, അത് തിന്നാൻ നമ്മുടെ വീട്ടിൽ പൂച്ചകളില്ല. ചിലപ്പോൾ പൂച്ചകളൊക്കെ ഉണ്ടാവും, അത് അറേബ്യൻ പൂച്ചകളോ അല്ലെങ്കിൽ ലണ്ടനോ അമേരിക്കയോ ഒക്കെ അവിടെ നിന്നൊക്കെ കൊണ്ടുവന്ന അല്ലെങ്കിൽ ആ ജനുസുകളിൽപ്പെട്ട പൂച്ചകളൊക്കെ ആയിരിക്കും. അവയൊന്നും ഇതൊന്നും കഴിക്കില്ല. അപ്പം നമ്മളിത് എന്ത് ചെയ്യും? നേരെ ഒരു പ്ലാസ്റ്റിക് കവറിനകത്താക്കും, കെട്ടും. ഇത് നമ്മൾ നേരെ നമ്മുടെ വീടിൻ്റെ ബാക്കിൽ എവിടെയെങ്കിലും സൂക്ഷിച്ച് വെക്കും. നമ്മൾ പുറത്ത് എവിടെയെങ്കിലും പോകുന്ന വഴിക്ക് റോഡ് സൈഡിലോ തോട്ടിലോ ആറ്റിലോ കരയിലോ എവിടെയെങ്കിലും ഇത് ഇട്ടിട്ട് പോകും. ഈ പ്ലാസ്റ്റിക് കവറിനകത്ത് കെട്ടിയിട്ടിരിക്കുന്നത് കാരണം ഇതിനകത്ത് കിടക്കുന്ന ഫുഡ് പുഴുവൊക്കെ അരിച്ച് ഏതവസ്ഥയിലായാൽ പോലും ഇതിന് പുറത്ത് വരാൻ കഴിയില്ല. ഈ പ്ലാസ്റ്റിക്കിൽ തന്നെ കിടക്കും. ഈ പ്ലാസ്റ്റിക്കിൽ ലയിച്ച് ചേരാനായിട്ട് 100 വർഷത്തിന് കൂടുതൽ എടുക്കുകയാണെങ്കിൽ ഈ ഫുഡും അതുപോലെ തന്നെ ഇതിനകത്തിരിക്കും. ചിലപ്പോൾ കാക്കകളോ അങ്ങനെയുള്ള ജീവികളൊക്കെ വന്നിട്ട് ഇതിനെ കൊത്തിപ്പൊട്ടിച്ച് ഈ ഫുഡ് കഴിച്ച് ഇതിനെ എടുത്തുകൊണ്ട് പോയി പിന്നെ നമ്മുടെ കിണറ്റിലോ അല്ലെങ്കിൽ റോഡിലോ അല്ലെങ്കിൽ നമ്മുടെ വീടുകൾക്കോരൊക്കെ കൊണ്ടിടുകയും നമ്മൾ പുറത്തെവിടെയെങ്കിലും കൊണ്ട് വലിച്ചെറിഞ്ഞ സാധനം തിരിച്ച് നമ്മുടെ പറമ്പിലേക്ക് തന്നെ വരുന്ന ഒരവസ്ഥ ഉണ്ടാവുകയും ചെയ്യും. ഇതിന് പരിഹാരം തേടി നമ്മൾ പുറത്തേക്കൊന്നും പോകേണ്ട ഒരാവശ്യമില്ല. ഇതൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ കൈകാര്യം ചെയ്യാവുന്ന കാര്യം മാത്രമേ ഉള്ളൂ. ഈ പ്ലാസ്റ്റിക് പോലുള്ള സാധനങ്ങൾ നമ്മൾ പ്രത്യേകിച്ച് സൂക്ഷിച്ചു വെച്ചാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്ന് ആൾക്കാർ മാസാമാസം നമ്മുടെ വീട്ടിൽ വന്ന് അത് കളക്ട് ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. 50 രൂപയോ മറ്റോ കൊടുത്താൽ മതി. പിന്നെ ജൈവ മാലിന്യങ്ങൾ, ഈ ജൈവ മാലിന്യങ്ങളൊക്കെ നമ്മൾ ബക്കറ്റുകളിലോ മറ്റോ അടച്ചു വെച്ച് അതിനെ വളമാക്കി അനായാസം വളമാക്കി മാറ്റാവുന്ന ഒരുപാട് സംവിധാനങ്ങൾ സർക്കാർ പറഞ്ഞു തരുന്നുണ്ട്. നമ്മുടെ വിദഗ്ധരായ കൃഷിയുമായി ബന്ധപ്പെട്ട ആൾക്കാർ ഇത് പറഞ്ഞു തരുന്നുണ്ട്. ഇല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ നോക്കിയാൽ മനസ്സിലാക്കാം. അതങ്ങനെ ചെയ്താൽ ഇങ്ങനെ വളമാക്കുന്ന സാധനം ഇടാനായിട്ട് നമുക്ക് ചെടികളോ ഒന്നും ഇല്ലെങ്കിൽ അടുത്ത വീട്ടുകാർക്ക് കൊടുക്കാം, അല്ലെങ്കിൽ കൃഷികളുള്ള മറ്റാർക്കെങ്കിലും നമുക്കിത് കൊടുക്കാം. ഇതല്ലെങ്കിൽ തന്നെ ഇപ്പം നമ്മുടെയൊക്കെ വീടിൻ്റെ ടെറസുകളിലും നമ്മുടെ വീടിൻ്റെ വരാന്തയിലും വരെ ഈ പച്ചക്കറി കൃഷി ചെയ്യുന്ന ആൾക്കാരാണ് ഒരുപാട് പേര്. അതിന് സർക്കാരൊക്കെ ഒരുപാട് സംവിധാനങ്ങളും വിത്തുകളും അത് കൃഷി ചെയ്യാനുള്ള ബാഗുകളും ഒക്കെ തരുന്നുണ്ട്. ഇങ്ങനെയൊക്കെ തരുന്ന സാധനമൊക്കെ നട്ട് പൊടിപ്പിക്കുമ്പോൾ അതിന് വളമായിട്ട് നമ്മൾ കാശ് കൊടുത്ത് വാങ്ങുന്നതിനുപരി നമ്മളെ വീട്ടിലെ ജൈവ മാലിന്യങ്ങൾ തന്നെ ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. ഈ സാധനങ്ങളെല്ലാം കൊണ്ടുപോയി ഇങ്ങനെ നാട്ടിലേക്ക് വലിച്ചെറിഞ്ഞ് അല്ലെങ്കിൽ കണ്ണിക്കണ്ട ആൾക്കാരുടെ പറമ്പിലേക്ക് വലിച്ചെറിഞ്ഞ് നാടിനും നമുക്കും നമ്മൾ ദോഷമാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ വൃത്തിയെക്കുറിച്ച് എന്നാ ചിന്തിക്കുന്നത്? നമ്മൾ വൃത്തിയായിട്ട് കുളിക്കും, വൃത്തിയുള്ള വസ്ത്രങ്ങൾ ധരിക്കും, ബ്യൂട്ടി പാർലറിൽ പോകും, ജിംനേഷ്യത്തിൽ പോകും, നമ്മൾ ഹോട്ടലിലൊക്കെ പോയാൽ തന്നെ അത്രയും ശ്രദ്ധയോടെ അത്രയും വൃത്തിയുള്ള സ്ഥലം അന്വേഷിച്ച് പോയി ഭക്ഷണം കഴിക്കും, ഇതെല്ലാം ചെയ്യും. പക്ഷേ ഇതെല്ലാം ചെയ്യുന്ന നമ്മൾ തന്നെ നമ്മളെ വീട്ടിലെ മാലിന്യം കണ്ണിക്കണ്ടടുത്ത് വലിച്ചെറിയുകയും ചെയ്യും. ഇതൊക്കെ വൃത്തിയാക്കാനും ഇതൊക്കെ കോരി മാറ്റാനും ഇതൊക്കെ സംസ്കരിക്കാനും ഒക്കെ ഉള്ള ഉത്തരവാദിത്വം ഇവിടുത്തെ സർക്കാരുകൾക്കോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കോ മാത്രമല്ല, നമുക്ക് ഓരോരുത്തർക്കും ഉള്ളതാണ്.
നമ്മൾ സ്വയം തീരുമാനിച്ചാൽ, നമ്മൾ നന്നാകാൻ തുടങ്ങിയാൽ സ്വാഭാവികമായിട്ട് ഇതെല്ലാം ഇല്ലാണ്ടാകും. ഈ മാലിന്യ പ്രശ്നം നമുക്ക് ഓരോരുത്തർക്കും പരിഹരിക്കാൻ കഴിയാവുന്ന കാര്യമേ ഉള്ളൂ. ഇനിയെങ്കിലും അടുത്ത പ്രാവശ്യം എന്തെങ്കിലും മാലിന്യം വലിച്ചെറിയണമെന്ന് തോന്നുമ്പോൾ നിങ്ങൾ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്തോ അല്ലെങ്കിൽ യൂട്യൂബിലോ ഒക്കെ പോയിട്ട് ഈ മാലിന്യങ്ങൾ കാരണം ഈ ലോകത്തെ ജനങ്ങൾ, ഇവിടുത്തെ ജീവജാലങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ ഒരു 5 മിനിറ്റ് വായിക്കുകയോ കാണുകയോ ചെയ്തു നോക്കണം. അപ്പോൾ മനുഷ്യത്വമുള്ളവരാണെങ്കിൽ, മനസാക്ഷി ഉള്ളവരാണെങ്കിൽ പിന്നെ ഇത് വലിച്ചെറിയാൻ തോന്നില്ല.